ജയ് ജഗന്നാഥ്. ഒഡീസയിലെ പൂരിൽ സ്ഥിതി ചെയ്യുന്ന ജഗന്നാഥ് ടെമ്പിളിനെ പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് ഫാക്ട്സ് ആണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഹൃദയം സൂക്ഷിക്കപ്പെടുന്ന ഒരു അമ്പലമാണ് ജഗന്നാഥ് ടെമ്പിൾ. ആ ഹൃദയത്തിന് മറ്റൊരു പേരാണ് അവിടെ പറയുന്നത്. അതാണ് ബ്രഹ്മപദാർത്ഥ്. മറ്റുള്ള അമ്പലങ്ങളിൽ നിങ്ങൾക്ക് വിഗ്രഹം സ്വർണ്ണമൊക്കെ പൂശി നല്ല കട്ടിയൊക്കെ കാണും ആ ഒരു വിഗ്രഹത്തിന്. പക്ഷേ ജഗന്നാഥ് ടെമ്പിളിൽ ഭഗവാൻ കൃഷ്ണനെ തടി കൊണ്ടാണ് നിർമ്മിച്ച് ഒരു വിഗ്രഹമായി പൂജിക്കുന്നത്. എല്ലാ വർഷവും ആ തടി മാറ്റി വെക്കപ്പെടാറുണ്ട്. അതേപോലെ തന്നെയാണ് ആ ഹൃദയം ഒരു തടി കൊണ്ടുണ്ടാക്കിയ വിഗ്രഹത്തിൽ നിന്ന് മറ്റൊരു തടി ഉണ്ടാക്കിയ വിഗ്രഹത്തിലേക്ക് മാറ്റിവെക്കപ്പെടുന്നു. അമ്പലത്തിലെ കൊടി എല്ലാ ദിവസവും മാറ്റുന്നു. ഇപ്പോൾ തെക്ക് ഭാഗത്തേക്കാണ് കാറ്റ് വീശുന്നത് എന്ന് വെക്കുക. പക്ഷെ ആ കൊടി തെക്ക് ഭാഗത്തിന് പകരം വടക്ക് ഭാഗത്തേക്ക് പറക്കും. അതാണ് ആ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത. ഈ അമ്പലത്തിലെ മൂന്നാം പടി ചവിട്ടരുത് എന്ന് പറയപ്പെടുന്നു. അതിനുള്ള കാരണം മൂന്നാമത്തെ പടി ചവിട്ടിയാൽ നരകത്തിലേക്കും മൂന്നാമത്തെ പടി ചവിട്ടാത്തവരാണ് ആ അമ്പലത്തിൽ കയറി തൊഴുന്നത് എങ്കിൽ അവർ സ്വർഗത്തിലേക്കും പോകുമെന്നാണ് പറയപ്പെടുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ വർഷത്തിലൊരിക്കൽ തൻ്റെ ഒരു ഭക്തൻ്റെ രോഗാവസ്ഥ താൻ തന്നെ ഏറ്റെടുത്ത് രോഗബാധിതനാവാറുണ്ട് എന്ന് പറയപ്പെടുന്നു. അമ്പലത്തിൽ പ്രസാദമുണ്ടാക്കുന്നത് ഒരു കലത്തിൻ്റെ പുറത്ത് ഒരു കലം വെച്ചിട്ടാണ്. അങ്ങനെ 3 കലം വെക്കും. പക്ഷേ ആദ്യം വെച്ച കലത്തിന് പകരം മൂന്നാമത്തെ കലത്തിലെ പ്രസാദമാണ് ആദ്യം വേവാറ്. ഇതെല്ലാവരെയും അതിശയിപ്പിച്ച ഒരു കാര്യമാണ്. സയന്റിസ്റ്റുകൾക്ക് പോലും ഇതുവരെ ഈ അമ്പലത്തിനെ പറ്റി യാതൊരുവിധ കാര്യവും കണ്ടുപിടിക്കാനായി സാധിച്ചിട്ടില്ല. ഇവിടുത്തെ കൊടി പറക്കുന്ന രീതി, പ്രസാദം ഉണ്ടാക്കുന്ന രീതി, ഇതെല്ലാം എല്ലാവരെയും അതിശയിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് ഇതുവരെ ആർക്കും തന്നെ കണ്ടുപിടിക്കാനായി സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു അത്ഭുതമായി ഈ ഒരു അമ്പലത്തിനെ കാണപ്പെടുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.